നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 5, 2026 തിങ്കൾ. അങ്ങനെ ഇന്ന് നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും വീണ്ടും ഫ്രഷ് റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചെങ്കിലും ഈ ആഴ്ചയിലെ പോസ്റ്റ് ട്രേഡിംഗ് സെക്ഷനായ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. എന്തെല്ലാം കാരണങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. മാത്രമല്ല, മാർക്കറ്റ് ഓപ്പണായി ഉടനടി തന്നെ നേരിയ ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും തുടർന്ന് മാർക്കറ്റിന് ശക്തിയാർജിക്കുവാനും സാധിച്ചു. തൽഫലമായി രാവിലെ 10:10 നിഫ്റ്റിക്ക് 26,373 എന്ന ഫ്രഷ് റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. കൂടാതെ ബാങ്ക് നിഫ്റ്റിക്കും ഇന്നും ഫ്രഷ് റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചെങ്കിലും തുടർന്ന് 10:20 മാർക്കറ്റിലുണ്ടായ ഫോള് പിന്നീട് വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുക. തുടർന്ന് നിഫ്റ്റിക്ക് അതിന്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടിന്റെ തൊട്ട് മുകളിൽ നിന്നായിട്ട്, അതായത് 26,110 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുവാനും സാധിച്ചതിന്റെ ഫലമായിട്ട് 78 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 26,250 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 322 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 106 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1120 സ്റ്റോക്കുകൾക്ക് മാത്രമേ ഇന്ന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1746 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് HDFC ബാങ്കിന്റെ Q3 ബിസിനസ് അപ്ഡേറ്റ് വന്നതിനെ തുടർന്ന് സ്റ്റോക്കിൽ 2% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയുണ്ടായി. നിഫ്റ്റി 50-ൽ HDFC ബാങ്ക്, HCL ടെക്നോളജീസ്, ഇൻഫോസിസ്, വിപ്രോ, ONGC തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് നഷ്ടം നേരിടേണ്ടതായിട്ട് വന്നപ്പോൾ നെസ്ലെ ഇന്ത്യ, ഭാരത് ഇലക്ട്രോണിക്സ്, ഐഷ മോട്ടോഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടവും കൈവരിക്കുവാനായി. ബോർഡർ മാർക്കറ്റ്സിൽ ഇന്ന് BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും നേരിയ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ IT, ഓയിൽ ആൻഡ് ഗ്യാസ്, ടെലികോം തുടങ്ങിയ മേഖലകൾക്ക് 0.5% മുതൽ 1% നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ നിഫ്റ്റി റിയാലിറ്റിക്ക് 2%, കൺസ്യൂമർ ഡ്യൂറബിൾസിന് 1% നേട്ടം കൈവരിക്കാനായപ്പോൾ മെറ്റൽ ഇൻഡെക്സിന് 0.5% നേട്ടവും കൈവരിക്കുവാനായി. തുടർച്ചയായി ഇന്നും ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നതിനെ തുടർന്ന് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 9 പൈസയുടെ നഷ്ടത്തോടുകൂടി 90.28 എന്ന ലെവലിൽ വ്യാപാരവും അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. വെനിസുലയ്ക്കെതിരെ US നടത്തിയ നടപടികളുടെ ഫലമായിട്ട് ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസില് ഫ്രഷ് റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്യുവാനുമായി 1611.80 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. എങ്കിലും പിന്നീട് സ്റ്റോക്കിന് ഇടിവ് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി 0.5%. അതേസമയം USന്റെ വെനിസുലയ്ക്കെതിരെയുള്ള നടപടികളുടെ ഫലമായിട്ട് ഇന്ന് ഇന്ത്യൻ ഡിഫൻസ് സ്റ്റോക്കുകളിലും അതിശക്തമായ ഉയർച്ച പ്രകടമായിരുന്നു. BEL, പാരാസ് ഡിഫൻസ്, HAL തുടങ്ങിയ സ്റ്റോക്കുകളിൽ 5% ഉയർച്ച ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെട്ടു. തൽഫലമായി ഇന്ന് നിഫ്റ്റി ഡിഫൻസിന് 159 പോയിന്റ് അഥവാ 2.04% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ അതിശക്തമായ ഉയർച്ച അനുഭവപ്പെട്ടതിനെ തുടർന്ന് തുടർന്ന് ഇന്നും നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കൊക്കെ ഫ്രഷ് റെക്കോർഡ് ഓൾ ടൈം ഹൈകൾ തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനിലും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ അത്യുന്നതിയിലേക്ക് എത്തുകയുമുണ്ടായി. സ്വാഭാവികമായിട്ടും ഇന്ന് പല നിക്ഷേപകരും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുന്ന കാഴ്ചയും കാണുവാൻ സാധിച്ചു. പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ ആദ്യത്തെ പ്രധാനപ്പെട്ട കാരണം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യയും റഷ്യയും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂഡ് ഓയിൽ വ്യാപാരമാണ് അദ്ദേഹത്തെ വീണ്ടും പ്രകോപിപ്പിക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഭാഗത്ത് നിന്നും വീണ്ടും ഇന്ത്യക്ക് അധിക താരിഫുകളുടെ ഭീഷണി നേരിടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വന്നതിനെ തുടർന്ന് ഇന്നത് മാർക്കറ്റിലും നിക്ഷേപകരിലും ആശങ്ക വീണ്ടും ഉടലെടുക്കാൻ പ്രധാന പങ്ക് വഹിച്ചു. എന്നാൽ നിലവിലെ താരിഫിൽ നിന്നും എത്ര ശതമാനത്തിന്റെ വർധനവാണ് അഡീഷണൽ ആയിട്ട് നടപ്പിലാക്കുക എന്നുള്ള സൂചനകളൊന്നും അദ്ദേഹം നൽകുകയും ഉണ്ടായില്ല. അധിക താരിഫിന്റെ ഭീഷണി വീണ്ടും മാർക്കറ്റിന്റെയും നിക്ഷേപകരുടെയും ആത്മവിശ്വാസത്തെ തകർക്കുവാനും ഇടയാക്കുകയുണ്ടായി. മൂന്നാമതായി ട്രംപിന്റെ അഡീഷണൽ താരിഫ് ഭീഷണി വന്നതിനെ തുടർന്ന് ഇന്ന് IT സ്റ്റോക്കുകളിൽ അതിശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. നിലവിൽ താരിഫ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ഏകദേശം 6 മാസത്തിലേറെ കാലമായി ഇന്ത്യൻ IT സെക്ടറിന്
വൻ തിരിച്ചടി നേരിടുക തന്നെയുണ്ടായി. എന്നാൽ വീണ്ടും ഇനി അധിക താരിഫ് കൂടി വരികയാണെങ്കിൽ അത് വീണ്ടും ഇന്ത്യൻ IT സെക്ടറിനെ തളർത്തുമെന്നുള്ളതിനാൽ തന്നെ ഇന്ന് ഇന്ത്യൻ IT സെക്ടറിന് അതിശക്തമായ സെല്ലിംഗും നേരിടേണ്ടതായിട്ട് വന്നു. മാത്രമല്ല ലീഡിംഗ് സ്റ്റോക്സ് ആയ വിപ്രോ, ഇൻഫോസിസ് ഇന്ന് വലിയ ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. ഇൻഫോസിസിലൊക്കെ 2% ഇടിവും ഇന്ന് അനുഭവപ്പെടുകയുണ്ടായി. തൽഫലമായി ഇന്ന് നിഫ്റ്റി ITക്ക് 549 പോയിന്റുകളുടെ നഷ്ടം അഥവാ 1.43% നഷ്ടം നേരിടേണ്ടതായിട്ടും വന്നു. അവസാന 1.5 ആഴ്ച കൊണ്ട് നേരിയ തോതിലാണെങ്കിലും $ഡോളറിനെതിരെ ശക്തി പ്രാപിച്ച ഇന്ത്യൻ രൂപയ്ക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ വീണ്ടും ദുർബലമാകേണ്ടി വന്നു. മാത്രമല്ല തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനായ ഇന്നും ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ഇടിവ് തുടരേണ്ടതായിട്ടും വന്നു. മാത്രമല്ല ഇന്ന് ക്ലോസിംഗ് ബേസിസിൽ മാത്രം 9 പൈസയുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവും നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് മോശമായി തന്നെ ബാധിച്ചു. ഇതിനെല്ലാം പുറമെ അവസാന 2 ആഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും അതിശക്തമായ ഇടിവ് നേരിട്ടുകൊണ്ടിരുന്ന ഇന്ത്യ വിക്സ് ഇന്ന് 7% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ രേഖപ്പെടുത്തുകയുമുണ്ടായി. മാത്രമല്ല ക്ലോസിംഗ് ബേസിസിൽ തന്നെ 6.03% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 10 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നുകൊണ്ട് 10.02 എന്ന ലെവലിലായിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തുകയുണ്ടായത്. ഇന്ന് ഇന്ത്യ വിക്സിലുണ്ടായ അതിശക്തമായ ഉയർച്ചയും നമ്മുടെ മാർക്കറ്റിന് ദോഷകരമായി തന്നെ മാറി. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നിഫ്റ്റിക്കൊക്കെ വീണ്ടും ഫ്രഷ് റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ 72 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ഫ്രാൻസ് മാർക്കറ്റ് നേരിയ നേട്ടത്തോടുകൂടിയും ജർമ്മൻ മാർക്കറ്റ് 1% നേട്ടത്തോടു കൂടിയിട്ടുമാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിന് മാത്രമേ US താരിഫ് ഭീഷണിയെ തുടർന്ന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നുള്ളൂ. ഹോങ്കോങ് മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ടും ബാക്കി എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സും അതിശക്തമായ നേട്ടത്തോടു കൂടിയിട്ടുമാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. 1% നേട്ടത്തോടു കൂടി തന്നെ. അതേസമയം ജപ്പാൻ, കൊറിയൻ മാർക്കറ്റുകൾക്ക് 3% നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വില നിലവിൽ ഫ്ലാറ്റ് ആയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $60.75 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിൽ വില $54.34 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വിലയിൽ 2.5% ഉയർച്ചയാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ഏകദേശം $100 മുകളിൽ $4,433.07 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. EIH ലിമിറ്റഡ് ഡൽഹി ഡെപ്യൂട്ടി കമ്മീഷണർ 57.98 കോടി രൂപയുടെ GST പിഴ ചുമത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. ബജാജ് ഓട്ടോ Q3 ബിസിനസ് അപ്ഡേറ്റില് ഇയർ ഓൺ ഇയർ ബേസിസില് സെയിൽസില് 14.4% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ കയറ്റുമതിയിൽ 19% വളർച്ചയും രേഖപ്പെടുത്തി. അതേസമയം ആഭ്യന്തര വിൽപ്പനയിൽ ഇടിവാണ് രേഖപ്പെടുത്തുകയും ഉണ്ടായത്. പിരമൽ ഫൈനാൻസ് ലിമിറ്റഡ് റേറ്റിംഗ് ഏജൻസിയായ ക്രിസിൽ കമ്പനിക്ക് AA+ റേറ്റിംഗ് നൽകുകയുണ്ടായി. ഷെയറ എനർജി സൺസോഴ്സ് എനർജിയുടെ 250 മെഗാവാട്ട് സോളാർ പദ്ധതി കമ്പനി ഏറ്റെടുക്കുകയുണ്ടായി. ടോറന്റ് ഫാർമസ്യൂട്ടിക്കൽസ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് വഴി 12,500 കോടി രൂപയുടെ സുരക്ഷിതവും റേറ്റ് ചെയ്തതും ലിസ്റ്റ് ചെയ്തതുമായ റിഡീമബിൾ നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് നൽകാൻ ബോർഡ് അംഗീകാരം നൽകുകയുണ്ടായി. വാരി എനർജീസ് ഊർജ സംരക്ഷണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ വാരി എനർജീസ് സ്റ്റോറേജ് സൊല്യൂഷൻസ് 1,003 കോടി രൂപയുടെ ഫണ്ട് സമാഹരിക്കുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.